നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്കിങ് സെക്ടറിലുള്ള ഏറ്റവും വലിയ ബാങ്കായ SBI കുറിച്ചാണ്. 3 സെക്ടറായിട്ടാണ് നമുക്കിപ്പോൾ ഇത് പരിചയപ്പെടുന്നത്. ആദ്യം ബാങ്കിനെ കുറിച്ച് പരിചയപ്പെടാം, പിന്നെ അതിൻ്റെ ഫിനാൻഷ്യൽസിനെ കുറിച്ച്, പിന്നെ ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം റെക്കമെൻഡേഷൻസിനെ കുറിച്ച്. അപ്പോൾ ആദ്യം ബാങ്ക് എന്താണ്? നമ്മൾ എല്ലാവർക്കും അറിയാം SBI ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. എന്നാൽ എന്താണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന ബാങ്കിൻ്റെ ഹിസ്റ്ററി? നമുക്ക് ആദ്യം ബാങ്ക് എന്താണ് എന്ന് നോക്കാം. ബാങ്കിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ 23% ബാങ്കിങ് സെക്ടർ കൈയാളുന്ന ഏറ്റവും വലിയ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ 25% ലോണുകൾ കൈയാളുന്ന ബാങ്കും SBI തന്നെയാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ 5ാമത്തെ തൊഴിൽദാതാവാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഏകദേശം 2,50,000 എംപ്ലോയീസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോലി ചെയ്യുന്നുണ്ട്. ലോകത്തിൽ തന്നെ 221 സ്ഥാനത്താണ് ഫോർച്യൂൺ 500 കമ്പനീസിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉൾപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ 14ാമത്തെ ഏറ്റവും വലിയ ബാങ്കും ലോകത്തിലെ SBI തന്നെയാണ്. അപ്പോൾ ഇതെല്ലാമാണ് SBIയുടെ വിശേഷണങ്ങൾ. 1806 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് കൊൽക്കത്ത സ്ഥാപിതമായി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് കൊൽക്കത്തയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മുംബൈയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മദ്രാസും ലയിപ്പിച്ച് 1921 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. എന്നാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഏറ്റെടുക്കുകയും 1955 റിസർവ് ബാങ്ക് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 60% ഷെയറുകൾ കരസ്ഥമാക്കുകയും ചെയ്തു. അതിനുശേഷം അവർ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേര് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് മാറ്റി. ഇതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചരിത്രം. ഇനി SBIയുടെ ഷെയർ മാർക്കറ്റിലുള്ള പ്രവേശനം, ഷെയർ മാർക്കറ്റിൻ്റെ പെർഫോമൻസ്, കഴിഞ്ഞ 3 ക്വാർട്ടറിലെ പെർഫോമൻസ്, കഴിഞ്ഞ 3 വർഷങ്ങളുടെ പെർഫോമൻസ് എന്നിവ നമുക്ക് വിലയിരുത്താം. SBIയുടെ ഫിനാൻഷ്യൽസ് നമുക്ക് നോക്കാം. ആദ്യമായി നമുക്ക് ഈ ക്വാർട്ടറിൽ എന്ന് പറഞ്ഞാൽ 2021 ആദ്യപാദ ക്വാർട്ടറിൽ എന്തായിരുന്നു റിസൾട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ജൂൺ 2021 റവന്യൂ എന്ന് പറഞ്ഞാൽ 445 ബില്യൺ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെക്കാട്ടിയും 26.73% ഉയർച്ച. നെറ്റ് ഇൻകത്തിലും അത് ഏകദേശം ഇരട്ടിയോളമാണ്. 73 ബില്യൺ എന്ന് പറഞ്ഞാൽ 54.5% കഴിഞ്ഞ വർഷത്തെയും കാട്ടിയുള്ള ഉയർച്ച. നെറ്റ് പ്രോഫിറ്റ് മാർജിൻ 21.91, 16.58% ഉയർന്നത്. ഓപ്പറേറ്റിംഗ് ഇൻകവും അതേ കണക്ക് തന്നെ വളരെ ഡിഫറൻസ് ഉണ്ട്. 76.56% എന്ന് പറഞ്ഞാൽ 103 ബില്യൺ ആണ് ഓപ്പറേറ്റിംഗ് ഇൻകമായിട്ട് വരുന്നത്. ക്യാഷ് ഇൻ ഹാൻഡ്, കയ്യിലുള്ള ക്യാഷ് 1.72 ട്രില്യനാണ്, 33% അപ്പാണ്. എന്നാൽ എന്തായിരുന്നു അതിന് മുന്നേ ഉള്ള ക്വാർട്ടറിൽ എന്ന് കഴിഞ്ഞ വർഷത്തെ ക്വാർട്ടറിൽ എന്തായിരുന്നു നമുക്ക് നോക്കാം. ഇതേ സമയം ഇത് ജൂൺ 2021, ജൂൺ 2020 എന്തായിരുന്നു നമുക്ക് നോക്കാം. റവന്യൂ 351 ആയിരുന്നു, 351 ബില്യൺ ആയിരുന്നു. കഴിഞ്ഞ അതിന് തൊട്ട് മുന്നേ ഉള്ള വർഷത്തെക്കാട്ടിയും വെറും 3.61% മാത്രമായിരുന്നു ഉയർച്ച ഉള്ളത്. ഇത് കോവിഡ് സമയത്ത് വളരെയധികം ഒന്നും ഇമ്പാക്റ്റ് ചെയ്യാത്ത സമയമായിരുന്നു. എന്നാൽ പോലും വളരെയധികം ഒരു ഉയർച്ച ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. ഈ ഒരു ക്വാർട്ടറിന് ശേഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് റിയലായിട്ട് ഇമ്പാക്റ്റ് ചെയ്തത് ബാങ്കിങ് സെക്ടറിനെല്ലാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് 56% അപ്പാണ്. എങ്കിൽ പോലും മാർജിൻ വളരെ കുറവാണ്, 13.6% ഉള്ളൂ. ഓപ്പറേറ്റിംഗ് ഇൻകം 58.45 ബില്യൺ ആയിരുന്നു. ഇനി കഴിഞ്ഞ ക്വാർട്ടറിലെ പെർഫോമൻസ് നോക്കാം. എന്ന് പറഞ്ഞാൽ മാർച്ച് 2021 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ 2020 അവസാന പാദഫലങ്ങൾ. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യ പാദത്തിൽ നമുക്ക് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലഘട്ടത്തിൽ ചെറുതായിട്ട് വീണ്ടും നോർത്ത് ഇന്ത്യയിൽ ഫുള്ള് കോവിഡ്, നോർത്ത് ഇന്ത്യയിൽ സൗത്ത് ഇന്ത്യ ഫുള്ള് ആയിട്ട് കോവിഡ് ഇമ്പാക്റ്റ് ചെയ്തു. അത് എല്ലാ മേഖലയിലും പോലെ തന്നെ ബാങ്കിങ് മേഖലയിലും ഇമ്പാക്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ നെറ്റ് ഇൻകം ചെറുതായിട്ടൊന്ന് സ്ലിപ്പായിട്ടുണ്ട്. അതിനകത്ത് നെറ്റ് മാർജിൻ പ്രോഫിറ്റ് വന്നേക്കുന്നത് -36% ഡൗൺ ആയിട്ടുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിനെയും കാട്ടിയും ഉള്ള ചേഞ്ചാണ് ഞാൻ പറയുന്നത്. റവന്യൂ അതുപോലെ തന്നെ, പക്ഷേ റവന്യൂവിൽ ചെറിയൊരു അപ്പുണ്ട്, 38% കഴിഞ്ഞ വർഷത്തെക്കാട്ടി കൂടിയിട്ടുണ്ട്.
കഴിഞ്ഞ വർഷം ഇതേ സമയം എന്ന് പറഞ്ഞാൽ ഇതേ സമയം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കോവിഡിന് മുന്നേ ഉള്ള സമയമാണ്. നമ്മൾ മാർച്ച് ആദ്യവാരമാണ്, രണ്ടാം വാരത്തിലേക്കാണ് നമ്മൾ ലോക്ക്ഡൗണിലേക്കൊക്കെ പോയത്. പക്ഷേ അത് ഇത് വലുതായിട്ട് ഇമ്പാക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ആനുവൽ ആയിട്ടുള്ള ചേഞ്ചസ് നമുക്ക് നോക്കാം. ആനുവൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ചേഞ്ചസ് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഒരു 4 വർഷം പുറകിലേക്ക് പോകാം. എങ്ങനെയാണ് SBI അവിടെ നിന്ന് ഈ ഒരു പ്രോഫിറ്റ് മാർജിനിലേക്ക് എത്തിയത് എന്ന് നമുക്ക് നോക്കാം. 2017 നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ പറ്റും, ഇതെല്ലാം നെഗറ്റീവാണ്. എന്ന് പറഞ്ഞാൽ റവന്യൂ 882.35 ബില്യൺ, 882.35 ബില്യൺ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെയും കാട്ടിയും 2016 അപേക്ഷിച്ച് നോക്കുമ്പം -4.59 ഡൗൺ ആണ്. അതുപോലെ തന്നെ പ്രോഫിറ്റ് മാർജിൻ നോക്കിക്കഴിഞ്ഞാലും -97.96, ഏകദേശം 100% 2016 കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺ ആണ്. ഇനി 2018 വന്നു കഴിഞ്ഞാൽ യു കാൺട്ട് ഇമാജിൻ, ഈസ് ആക്ച്വലി നെറ്റ് ഇൻകം ഈസ് -1982 എന്ന് പറഞ്ഞാൽ 1988.75% നെറ്റ് ഇൻകം 2017 അപേക്ഷിച്ച്. 2017 തന്നെ 2016 അപേക്ഷിച്ച് വളരെ മോശം പ്രകടനം. അതിൽ നിന്നും വളരെ താഴ്ചയിലായിരുന്നു 2018 ആനുവൽ പെർഫോമൻസ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ക്യാഷ് ഇൻ ഹാൻഡ് 603 ബില്യൺ മാത്രമായിരുന്നു. നെറ്റ് പ്രോഫിറ്റ് മാർജിൻ -2111 എന്ന് പറഞ്ഞാൽ -2111% ഡൗണായി 2017 അപേക്ഷിച്ച്. ആ ഒരു ബാങ്കിങ്ങിൽ നിന്ന് അവിടെ നിന്ന് ഫീനിക്സ് പക്ഷിയെ പോലെ പറന്ന് ഉയർന്ന് 2019 നിങ്ങൾക്ക് കാണാം അതെല്ലാം ഗ്രീനിൽ എത്തിച്ചിരിക്കുന്നു. എല്ലാം 100% നേട്ടത്തിൽ എത്തിച്ചിരിക്കുന്നു. റവന്യൂ 1.18 ട്രില്യനായി, 40% ഇയർ ടു ഇയർ ചേഞ്ച്. 2018 അപേക്ഷിച്ച് 40% റവന്യൂ ഇൻക്രീസിങ് വന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ 135% പ്രോഫിറ്റ് മാർജിൻ കൂടിയിരിക്കുന്നു 2019. അവിടെയും ക്യാഷ് ഇൻ ഹാൻഡ് 672 ബില്യൺ ആയിരുന്നു. ഓപ്പറേറ്റിംഗ് ഇൻകവും 30 ബില്യൺ മാത്രമായിരുന്നു, 125%. 2018 അപേക്ഷിച്ച് ഈ ഫിഗേഴ്സൊക്കെ വളരെ വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള ഫിഗേഴ്സായിരുന്നു. എന്നാൽ 2020 എന്തായിരുന്നു സംഭവിച്ചത് നമുക്ക് നോക്കാം. അതിൽ നിന്നെല്ലാം വളരെ ഒരു ബാലൻസ് ഷീറ്റ് വളരെ ഇംപ്രവൈസ് ആയിട്ടുള്ള ഒരു ബാലൻസ് ഷീറ്റാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. റവന്യൂ 1.5 ട്രില്യണിലേക്ക് എത്തിച്ചിരിക്കുന്നു, 27% ഉയർച്ച. ഡൈല്യൂട്ടഡ് EPS വളരെയധികം കൂടി 22.15 മാറിക്കഴിഞ്ഞു, 758% ഉയർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് മാർജിനും 13% ഉയർച്ച രേഖപ്പെടുത്തി. അത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 575.6% ഉയർച്ചയിലാണ്. ക്യാഷ് ഇൻ ഹാൻഡ് അതിൽ നിന്ന് ഏകദേശം ഇരട്ടിയോളം തന്നെ മാറിയിട്ടുണ്ട്, 1.08 ട്രില്യണിലേക്ക് മാറിയിട്ടുണ്ട്. അത് 2021 കഴിയുമ്പോഴത്തേക്ക് അത് എഗെയിൻ അതിൽ നിന്ന് വലിയ, കാരണം നമുക്കറിയാം കഴിഞ്ഞ ഒരു വർഷം കോവിഡിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നിട്ട് പോലും അതിൽ നിന്ന് വലിയ സ്ലിപ്പേജസ് ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ആശ്വാസകരമാണ്, വളരെ ഇമ്പ്രസീവാണ്. SBIയുടെ ഫിനാൻഷ്യലിൻ്റെ സ്ട്രോങ് സ്റ്റാറ്റസ് തന്നെയാണ് അത് കാണിക്കുന്നത്. തീർച്ചയായും ഇനി കമ്മിങ് ക്വാർട്ടേഴ്സിൽ അതിൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പെർഫോമൻസ് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2021 നോക്കിക്കഴിഞ്ഞാൽ റവന്യൂ 1.75 ട്രില്യണിലേക്ക് മാറിക്കഴിഞ്ഞു, 16% അപ്പ്. ഈ കോവിഡിൻ്റെ സമയത്തും 16% ഇൻക്രീസ് ആയിട്ടുണ്ട്. പ്രോഫിറ്റ് ജസ്റ്റ് ഒന്ന് സ്ലിപ്പായിട്ടുണ്ട്, -2.73%. അത് നമുക്ക് സാരമാക്കാനില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അനാലിസിസ്. ആൻഡ് നെറ്റ് ക്യാഷ് ഇൻ ഹാൻഡ് ഏകദേശം 1.58 ട്രില്യൺ കയ്യിൽ ഉള്ള ക്യാഷിൻ്റെ കണക്കാണത്. ഡൈല്യൂട്ടഡ് EPS 25 റുപ്പീസ്, ഇപ്പോൾ 25 റുപ്പീസിലേക്ക് എത്തിയിരിക്കുന്നു. കഴിഞ്ഞ വർഷം 22 ആയിരുന്നു, അത് 3 രൂപ കൂടി 25 രൂപയിലെത്തിയിരിക്കുകയാണ്. സോ തീർച്ചയായും ഈ ഒരു ഫിനാൻഷ്യൽ നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഇംപ്രൈസ് ആയിട്ടുള്ള ഒരു നമ്പർ തന്നെയാണ്. ഐ ആം സോ ഇംപ്രസ്ഡ് ഇൻ ദീസ് ഫിനാൻഷ്യൽ നമ്പേഴ്സ്. നമുക്ക് ഒരു കഴിഞ്ഞ വർഷങ്ങളുമായിട്ട് റവന്യൂ, നെറ്റ് പ്രോഫിറ്റ്, EPS ഇതിൻ്റെയൊക്കെ ഒരു കമ്പാരിസൺ നമുക്ക് നോക്കാം.
അപ്പോൾ നമുക്കറിയാൻ പറ്റും SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബാലൻസ് ഷീറ്റ് എന്തുമാത്രം സ്ട്രോങ് ആണ് എന്നുള്ളത്. അതിൻ്റെ പെർഫോമൻസ് കഴിഞ്ഞ വർഷത്തെ ആ ഒരു പീക്ക്, ആ ഒരു ഗ്രാഫ് നമുക്ക് കൃത്യമായിട്ട് നമ്മളെ മനസ്സിലേക്ക് എത്തും. നമുക്ക് റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 2018 ആയിരുന്നു ഇത് 2,28,000 ആയിരുന്നുണ്ടെങ്കിൽ അത് 2021 2,78,000 കോടിയായിട്ട് അത് ഉയർന്നു. അവിടെ മുമ്പാണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റിലേക്ക് വരുന്നത്. നെറ്റ് പ്രോഫിറ്റ് നിങ്ങൾ കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 2018 വളരെ 4,000-ലധികം രൂപ 4,000 കോടിയിലധികം രൂപ നഷ്ടത്തിലായൊരു കമ്പനി 2019 3,000 കോടി പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും 2020 ആയപ്പോൾ അത് 12,000 കോടിയിലധികം രൂപ പ്രോഫിറ്റിലേക്ക് എത്തുകയും, പക്ഷേ 2021 അത് ഏകദേശം ഇരട്ടിയിലധികം, ഈ കോവിഡിൻ്റെ കാലത്ത് പോലും പ്രോഫിറ്റ് മാർജിൻ ഇരട്ടിയിലെത്തിക്കാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ സ്ട്രോങ്, ഞാൻ വേറൊന്നും പറയുകയില്ല, ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, ലാഭം, ബാലൻസ് ഷീറ്റ്, EPS എന്താണ് കമ്പനി നമുക്ക് തിരിച്ചു തരാൻ കഴിവുള്ളതെന്ന് മാത്രമാണ് നോക്കുന്നത്. ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബാലൻസ് ഷീറ്റ്, അവരുടെ നെറ്റ് പ്രോഫിറ്റ് വളരെ വളരെ ഇമ്പ്രൂവ് ആയിട്ടുള്ള ഒന്നാണ്, സ്ട്രോങ് ആയിട്ടുള്ള ഒന്നാണ്, വളരെ ഇമ്പ്രൂവൈസ് ചെയ്ത ഒന്നാണ്. നമുക്ക് തീർച്ചയായും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഇമ്പ്രസീവായിട്ടുള്ള നമ്പേഴ്സ് തന്നെയാണ് ഈ കാണിക്കുന്നത്. നമുക്ക് EPSലേക്ക് നോക്കാം. EPS -5.434 രൂപയായിരുന്നു 2018 EPS. 2021 അത് 25 രൂപയിലധികമായി. 2019 അത് 2.58 രൂപയും 2020 അത് വളരെ ഒരു ഭയങ്കര കുതിച്ചുചാട്ടം തന്നെ നടത്തുകയും 22 രൂപയിലേക്ക് കുതിച്ചുചാട്ടം നടത്തുകയും ചെയ്തിട്ട് 21 വരുമ്പോഴത്തേക്ക് അത് 25 രൂപയായിട്ട് ഉയരുകയാണ് ചെയ്തത്. സോ ഇപ്പോൾ കോവിഡിൽ നിന്ന് നമ്മൾ മുക്തി നേടി വരുമ്പോഴത്തേക്ക് അടുത്ത വർഷങ്ങളിലെ അടുത്ത ക്വാർട്ടേഴ്സിൻ്റെ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള നമ്പേഴ്സ് തന്നെയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്നതൊന്നാണ്. BVPS നോക്കിക്കഴിഞ്ഞാലും വളരെ 2018 230 ആയിരുന്നത് 2021 അത് 308 ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ROEയും മൈനസ് കിടന്ന 2018 മൈനസ് കിടന്നത് 2021 വന്നപ്പോഴത്തേക്ക് അത് 8 കോടിയായിട്ട് മാറിയിട്ടുണ്ട്. NIM വരുമ്പോഴും NIM വരുമ്പോഴും അത് 2.51 കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നുള്ള കഴിഞ്ഞ 5 വർഷങ്ങളുടെ ഒരു കമ്പാരിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റിൻ്റെ കമ്പാരിസണും മെയിൻ ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സിൻ്റെയും ഒരു കമ്പാരിസൺ നമ്മൾ നടത്തി കഴിഞ്ഞു. ഇതിൽ നിന്നെല്ലാം നമുക്ക് ക്ലിയർ ആണ് SBI ബാലൻസ് ഷീറ്റ് ഈസ് വെരി സ്ട്രോങ്, ഇംപ്രൂവിങ്, ആൻഡ് വി ആർ എക്സ്പെക്ടിങ് എ വെരി സ്ട്രോങ് പെർഫോമൻസ് ഇൻ നെക്സ്റ്റ് ക്വാർട്ടർ ആൻഡ് നെക്സ്റ്റ് ഇയർ ആസ് വെൽ. സോ തീർച്ചയായും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇനി നമുക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഷെയറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ലിസ്റ്റ് നോക്കാം. എന്ന് പറഞ്ഞാൽ ആരുടെ കയ്യിലൊക്കെയാണ് അവരുടെ ഏറ്റവും കൂടുതൽ ഷെയറുകൾ ഇരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും പ്രൊമോട്ടർ, FII, DII, പബ്ലിക് ആൻഡ് അതേഴ്സ്, ഇതാണ് കാറ്റഗറി ആയിട്ട് വരുന്നത്. പ്രൊമോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമസ്ഥൻ തന്നെയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുഖ്യമായ ഉടമസ്ഥൻ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്, അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അവരുടെ കയ്യിൽ ഏകദേശം നമ്മളിത് തുടങ്ങിയ കാലത്ത് 60% ഷെയറാണ് ഇരുന്നത്. അത് പലപ്പോഴായിട്ട് ചെറിയ വേരിയൻസ് അവിടെയും ഇവിടെയൊക്കെ വരും. 1%, 2% വേരിയൻസ് വന്ന് ഇപ്പോൾ അവസാനത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ക്വാർട്ടർ ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് 2021 നിൽക്കുന്നത് 57.62%. FIIs കയ്യിൽ വെച്ചിരിക്കുന്നത് 10.34%. DIS കയ്യിൽ വെച്ചിരിക്കുന്നത് 24.32%. അവരാണ് ഏറ്റവും കൂടുതൽ കയ്യിൽ വെച്ചിരിക്കുന്നത്. കൂടുതലും LIC പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഷെയർ കൂടുതലും കയ്യിലിരിക്കുന്നത്. അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് പോലുള്ള പല കമ്പനികളുടെയും മ്യൂച്വൽ ഫണ്ടിലാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഷെയർ കൂടുതലിരിക്കുന്നത്. ഇനി പബ്ലിക്കിൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞാൽ സാധാരണ ഇൻവെസ്റ്ററുടെ കയ്യിൽ, ഇപ്പം ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ഇൻവെസ്റ്ററിൻ്റെ കയ്യിൽ വെറും 7.7% മാത്രമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഷെയർ ഉള്ളത്. അത് ഏകദേശം എല്ലാ ഷെയറുകളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാലും പബ്ലിക്കിൻ്റെ കയ്യിൽ ഇരിക്കുന്നത് വളരെ തുച്ഛമായ എമൗണ്ട് ഓഫ് ഷെയർ ആയിരിക്കും. ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും കയ്യിലായിരിക്കും മെജോറിറ്റി ഓഫ് ഷെയറും. പ്രൊമോട്ടേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രൊമോട്ടറിൻ്റെ കയ്യിലായിരിക്കും കൂടുതലും സ്റ്റോക്ക്.
ചില കമ്പനികളുടെ 90% അധികം സ്റ്റോക്കും ഇരിക്കുന്നത് പ്രൊമോട്ടറിൻ്റെ കയ്യിലായിരിക്കും. വെറും 10% മാത്രമായിരിക്കും അവർ മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ടാവുക. ആ 10%-ത്തിലാണ് ബാക്കി പറയുന്നത് 7% FIS, 2% DIS, ബാക്കി 1% മാത്രമായിരിക്കും ചിലപ്പോഴൊക്കെ പബ്ലിക്കിൻ്റെ കയ്യിൽ കാണുന്നത്. ഇനി നമുക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഷെയറിൻ്റെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളുടെ പെർഫോമൻസ് നമ്പേഴ്സ് നോക്കാം. എന്ന് പറഞ്ഞാൽ എത്ര ശതമാനത്തോളം സ്റ്റോക്ക് ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. കഴിഞ്ഞ ആഴ്ചയും കഴിഞ്ഞ മാസമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലുതായിട്ടുള്ള ഉയർച്ച കാണിക്കത്തില്ല. കഴിഞ്ഞ ഒരു 3 മാസമായിട്ട് ഏകദേശം ഒരേ ലെവലിൽ തന്നെയാണ് സ്റ്റോക്ക് നിൽക്കുന്നത്. പക്ഷെ ഈ വർഷത്തെ തുടക്കം മുതൽ ജനുവരി മുതലുള്ള ഒരു ഉയർച്ച നോക്കിക്കഴിഞ്ഞാൽ അത് 50% ഉയർന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അത് ഏകദേശം 1,50,000 രൂപയായി മാറും. ഇനി ഇതേ സമയം കഴിഞ്ഞ വർഷമാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 30 അല്ലെങ്കിൽ സെപ്റ്റംബർ 1 കഴിഞ്ഞ വർഷമാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ ഏകദേശം 100% മേളിലാണ് അതിൻ്റെ റിട്ടേൺ കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ 1 ലക്ഷം രൂപ കഴിഞ്ഞ വർഷം SBIയിൽ ഇതേ സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 2 ലക്ഷം രൂപയായി. ഒരിക്കലും എവിടെയും കിട്ടാത്ത റിട്ടേണാണ് നമുക്ക് ഷെയർ മാർക്കറ്റിലൂടെ അല്ലെങ്കിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ? ഇപ്പോൾ ബാങ്ക് റേറ്റ് നോക്കിക്കഴിഞ്ഞാലും വേറെ ഏതെങ്കിലും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താലും നമുക്ക് ഇരട്ടിയിൽ അധികം വരെ കിട്ടാൻ വേണ്ടി ടൈം എടുക്കും. പക്ഷേ സ്റ്റോക്കിൽ നിന്ന് നമുക്ക് അത് പോസിബിളാണ്. ഞാൻ പറഞ്ഞത് എല്ലായ്പ്പോഴും പോസിബിളല്ല, പക്ഷേ ചിലപ്പോഴെങ്കിലും അത് പോസിബിളായിരിക്കാം. കഴിഞ്ഞ 3 വർഷത്തെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ അത് 39% മാത്രമാണ്. എന്ന് പറഞ്ഞാൽ 3 വർഷം മുന്നേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ അത് കോവിഡ് സമയത്ത് വളരെയധികം താഴ്ചയിലേക്ക് ഷെയറിൻ്റെ വാല്യൂ വളരെയധികം താഴ്ചയിലേക്ക് പോവുകയും ഏകദേശം 169 രൂപയിലേക്ക് തന്നെ അത് ഒരു ഘട്ടത്തിൽ താഴുകയും അതിനുശേഷം പിന്നീട് മൾട്ടിപ്പിൾ ടൈംസ് ആയിട്ട് അത് ഉയർന്നു വരികയുമാണ് ചെയ്തത്. ഇപ്പോൾ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 420 രൂപയാണ്. എന്ന് പറഞ്ഞാൽ 169 നിന്ന് അന്ന് ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ 420 രൂപയ്ക്ക് വിൽക്കാമായിരുന്നു. അത് ഇനിയും എന്താണ് ഇതിൻ്റെ ഫ്യൂച്ചർ എന്ന് നമുക്ക് അടുത്ത റെക്കമെൻഡേഷനിൽ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ നമുക്ക് ഇനി SBIയുടെ ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം റെക്കമെൻഡേഷനിലേക്ക് നമുക്ക് പോവാം. ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഷോർട്ട് ടൈമും ലോങ് ടൈമുമായി ഉൾപ്പെടുത്തുന്ന ബാങ്കിങ് സെക്ടറിൽ നിന്നുള്ള അല്ലെങ്കിൽ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടറിൽ നിന്നുള്ള ആദ്യത്തെ സ്റ്റോക്ക് തന്നെയാവും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അവരുടെ ബാലൻസ് ഷീറ്റ് വളരെ സ്ട്രോങ് ആണ്. കഴിഞ്ഞ റിസൾട്ടിന് ശേഷം അവരുടെ ഗൈഡൻസ് വളരെ ഇംപ്രസീവാണ്. കഴിഞ്ഞ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കഴിഞ്ഞ 3 ക്വാർട്ടറിലെയും കഴിഞ്ഞ വർഷങ്ങളുടെയും എസ്പെഷ്യലി 2018 ശേഷം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ബാലൻസ് ഷീറ്റ്സ് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആണ്, വളരെ പോസിറ്റീവാണ്, വളരെ ഇംപ്രസീവാണ്. തീർച്ചയായും നമുക്ക് നമ്മളെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്ക് തന്നെയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഷോർട്ട് ടൈം ലോങ് ടൈമും. എന്താണ് ഷോർട്ട് ടൈം, എന്താണ് അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടൈം 6 months to 1 year, ലോങ് ടൈം 1 year to 3 year. ഷോർട്ട് ടൈം 6 മാസം മുതൽ 12 മാസം വരെ 15% ലാഭത്തിൽ 65 രൂപ, ഇപ്പോൾ നിലവിലുള്ള 420 രൂപയിൽ നിന്ന് 65 രൂപ കൂടുതൽ 485 രൂപ ഞാൻ ടാർഗറ്റ് ചെയ്യുന്നു. ഇനി ലോങ് ടൈം പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ 600 രൂപയാണ് ഞാൻ SBIക്ക് ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ 43% ഉയർച്ച. 420 രൂപയാണ് ഇപ്പോൾ SBIയുടെ കറണ്ട് സ്റ്റോക്ക് പ്രൈസ്. 420 നിന്നും 180 രൂപയുടെ ലാഭം നിങ്ങൾക്ക് 1 വർഷം മുതൽ 3 വർഷം വരെയുള്ള കാലഘട്ടത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റീച്ച് ചെയ്യും. നിങ്ങൾക്ക് ആ ഒരു ടാർഗറ്റ് മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ബാങ്കിങ് സെക്ടറിൽ നിന്ന് ഒരു സ്റ്റോക്ക് പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. ഈ 2 ടാർഗറ്റ് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. ഷോർട്ട് ടൈമായിട്ട് 485 രൂപയും ലോങ് ടൈം പെർസ്പെക്റ്റീവിൽ 600 രൂപയും. ലോങ് ടൈം എന്ന് പറഞ്ഞാൽ 1 വർഷം മുതൽ 3 വർഷം വരെയും, ഷോർട്ട് ടൈം എന്ന് പറഞ്ഞാൽ 6 മാസം മുതൽ 1 വർഷം വരെയും 15% ലാഭവും ലോങ് ടൈം 43% ലാഭവും നിങ്ങൾക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന സ്റ്റോക്ക് നേടിത്തരും. അപ്പോൾ അടുത്ത ആഴ്ച
പുതിയൊരു സ്റ്റോക്കിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടെ അമർത്തിയേക്കുക. ബൈ ബൈ.